ഒറ്റ ദിവസത്തെ സ്വിഗ്ഗി ഏർണിങ്സാണ് ഈ കാണുന്നത്. 4046 രൂപ, 13 മണിക്കൂർ 8 മിനിറ്റ് വർക്ക് ചെയ്ത് ഏപ്രിൽ 11 ഞാൻ ഇറങ്ങിയതാണ്. അന്ന് എനിക്ക് 4046 രൂപ കിട്ടി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ദിവസം കൂടെ വർക്കിന് ഇറങ്ങിയായിരുന്നു. അത് ഏപ്രിൽ 26 അന്ന് എനിക്ക് 3647 കിട്ടി. 11 മണിക്കൂറും 17 മിനിറ്റും വർക്ക് ചെയ്തു. ഇതെങ്ങനെ കിട്ടുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് സ്വിഗ്ഗി പൊതുവേ നമുക്ക് തരുന്നത് ഫ്ലാറ്റ് പേ എന്ന് പറഞ്ഞൊരു ടൈമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മാസത്തോളവും അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ അടുപ്പിച്ച് ഇറങ്ങാതിരിക്കുമ്പം നമ്മൾ വർക്കിന് ഇറങ്ങാൻ വേണ്ടി അവർ നമുക്കൊരു ഓഫർ തരുന്നതാണ് ഫ്ലാറ്റ് പേ. സാധാരണയായിട്ട് 2 ദിവസം ഒക്കെ നമുക്ക് ഫ്ലാറ്റ് പേ കിട്ടും. പക്ഷേ നമ്മൾ ഒരു ഫ്ലാറ്റ് പേ ഒരു ദിവസം നമുക്ക് 4000 കൂടുതൽ ഏർണിങ്സ് അല്ലെങ്കിൽ ഒരു 3000 കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം ഫ്ലാറ്റ് പേ എടുത്ത് കളയും. അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയത്തില്ല. ചിലപ്പം നമ്മൾ 2 ദിവസം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 10,000 8,000 ഒക്കെ കിട്ടുമെന്ന് കരുതി കാണും. അവർ ഒരു 4,000 ഒക്കെ ആകുമ്പോൾ തന്നെ പിറ്റേ ദിവസത്തെ ഫ്ലാറ്റ് പേ എടുത്ത് കളയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഒരു പോസിറ്റീവ് വശമുണ്ട്, എന്നാൽ ഇതൊരു നെഗറ്റീവ് വശമുണ്ട്. ഞാൻ രണ്ടും ക്ലിയർ ആയിട്ട് പറയാം. ഇതിൻ്റെ പോസിറ്റീവ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 4,000 രൂപയെങ്കിലും ഒപ്പിക്കാൻ പറ്റും. നല്ല മൈലേജൊക്കെ ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ 10, 300, 350 രൂപയ്ക്ക് പെട്രോളിനാവുള്ളൂ. ചിലപ്പോൾ ഒരു 400, അതിൽ കൂടുതലൊന്നും പോകാൻ ചാൻസ് ഇല്ല. എനിക്കൊരു 400 രൂപയ്ക്ക് പെട്രോളിനാവുള്ളൂ. ഏകദേശം 4,000 രൂപയ്ക്ക് ഒപ്പിക്കാൻ പറ്റും. ഇപ്പം ഫ്ലാറ്റ് പേ തുടങ്ങുന്നത് 6 മണി തൊട്ട്, രാവിലെ 6 മണി തൊട്ട് പിറ്റേ ദിവസം 6 മണി വരെ കാണും. 24 അവേഴ്സാണ്. ഈ 24 അവേഴ്സും നമ്മൾ ഗ്യാപ്പൊക്കെ വെച്ച് ഓടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 6,000 രൂപയ്ക്ക് ഒപ്പിക്കാൻ പറ്റും. 6,000, 7,000 രൂപയ്ക്ക് ഒപ്പിക്കാൻ പറ്റും നിർത്താതെ ഓടിക്കഴിഞ്ഞാൽ. കാരണം ഇതിൽ കാണിക്കുന്ന എമൗണ്ട് അല്ല, ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നമുക്ക് 7 to 11 90 രൂപയ്ക്ക് കിട്ടുന്ന സമയമുണ്ട് ഫ്ലാറ്റ് പേ. അപ്പോൾ ഒരുപാട് നമുക്ക് എമൗണ്ട് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഈ ലിസ്റ്റിലുള്ള എമൗണ്ട് അല്ല, ഇതിൽ കൂടുതൽ നമുക്ക് ഫ്ലാറ്റ് പേ കിട്ടും. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം. ഇനി നെഗറ്റീവ് വശത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിന് പറയാനുള്ളത്, ഈ ഫ്ലാറ്റ് പേ ഇടുന്ന സമയത്ത് കൂടുതൽ ഒരു മൾട്ടി ഓർഡേഴ്സ് തരും. ഈ മൾട്ടി ഓർഡേഴ്സ് തരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 50, 100 നമുക്ക് മൾട്ടി ഓർഡർ ആയിട്ട് കിട്ടുന്നത്. അപ്പം 100 നമുക്ക് കിട്ടണം മൾട്ടി ഓർഡറിൽ. പക്ഷേ ഈ ഫ്ലാറ്റ് പേ ഇടുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 നമുക്ക് തരത്തില്ല. അവർ ഏകദേശം ഒരു 10, 12 കുറച്ചിട്ട് ഒരു 80, 85, ചിലപ്പോൾ 80 അത്രയ്ക്ക് തരുള്ളൂ. അപ്പോൾ കൂടുതലും മൾട്ടി ഓർഡേഴ്സാണ് നമുക്ക് ആ സമയത്ത് കിട്ടുന്നത്. പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുള്ള് ലോങ് ഇട്ട് തരും. അതായത് അടുത്തൊന്നും അവർ ഇട്ട് തരത്തില്ല. നമ്മൾ നിർത്തി പോകാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണോ എന്നറിയത്തില്ല. ഫ്ലാറ്റ് പേ ഉള്ള സമയത്ത് നമുക്ക് കൂടുതലും കിട്ടുന്നത് ലോങ് ആണ്. അതായത് മിനിമം 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ അങ്ങനെ ലോങ് തരും. അടുത്തൊന്നും തരത്തില്ല. കാരണം അടുത്ത് തന്നാൽ അവർക്ക് നഷ്ടമാണോ എന്ന് അറിയത്തില്ല. അവർ ഫുള്ള് ലോങ് തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ ഫസ്റ്റ് എനിക്ക് 4046 രൂപ കിട്ടിയിട്ട് അന്ന് ഞാൻ 13 മണിക്കൂർ വർക്ക് ചെയ്തു. ആ 13 മണിക്കൂർ വർക്ക് ചെയ്തതിൽ സത്യം പറഞ്ഞാൽ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നിർത്തിപ്പോകാൻ തോന്നും. കാരണം ആ വിധത്തിലുള്ള ക്ഷീണവും നടുവേദനയും ഒക്കെ ഉണ്ടാകും. ഇപ്പോഴും എനിക്ക് ആ നടുവേദന മാറിയിട്ടില്ല. എനിക്ക് ഗ്രോയിൻ പെയിനും എല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് നമ്മുടേതായ കുറച്ച് ആവശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പിന്നെ ജോലിക്ക് പോയി പോകും. കാരണം EMI അടയ്ക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ഞാൻ പോകുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് വശം. പിന്നെ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാ ശനിയും ഞായറും പോകുമായിരുന്നു. അന്ന് ഞാൻ വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1000 രൂപ മാക്സിമം ഒപ്പിക്കാൻ പറ്റും. ചില ദിവസങ്ങളിൽ 1000 കിട്ടും, ചില ദിവസങ്ങളിൽ 500 കിട്ടും, ചില ദിവസങ്ങളിൽ 400 കിട്ടിയ ദിവസങ്ങൾ വരെ ഉണ്ട്. അന്ന് നമുക്ക് ബേസിക് ഒരു ഓർഡറിന് 15 രൂപ. ആ സമയത്ത് അവർ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അടുത്ത് തരും. അടുത്ത് തരുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്നത് 15 രൂപയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ ഞാൻ ഫ്ലാറ്റ് പേ ഉള്ള സമയത്ത് മാത്രമേ ഇറങ്ങാറുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ദിവസം തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും. ഞാൻ ആ ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഫുഡൊക്കെ ഞാൻ കൊണ്ടുപോകും. ചോറൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പൈസയൊക്കെ ലാഭിക്കാം. ചോറും വെള്ളവും മസ്റ്റായിട്ട് കൊണ്ടുപോകാം. പിന്നെ ആഹാരമൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ വെയിൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം വെള്ളമൊക്കെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. പൈപ്പിലും വെള്ളം. പിന്നെ നമ്മൾ ഇൻസ്റ്റമാർട്ടിൽ അത്യാവശ്യം അടിപൊളിയാണ്. കാരണം അവിടെ വെള്ളത്തിനുള്ളൊരു സൗകര്യങ്ങളും അതുപോലെ തന്നെ നല്ലൊരു ബാത്റൂമും പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെ ഇൻസ്റ്റമാർട്ട് അത്യാവശ്യം നൈസാണ്. ബാക്കി എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴും എടുത്തു പറയുകയാണ്. ഈ സ്വിഗ്ഗി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എളുപ്പപ്പണിയല്ല. ഈ 4,000 രൂപ ഉണ്ടാക്കുന്ന പിന്നെ അത്രയ്ക്കധികം കഷ്ടപ്പാടുണ്ട്. നമുക്ക് ഒരിക്കലും ഇത്രയും രൂപ കിട്ടുകയല്ലേ ഒരു ദിവസം എന്നും പറഞ്ഞ് നമുക്കത് ഒരിക്കലും ഒരു നല്ലൊരു വർക്കല്ല. കാരണം നമ്മളെ ഹെൽത്തിനൊക്കെ നല്ല ഇഷ്യൂ ഉണ്ടാവും. എനിക്കിപ്പോൾ നല്ല രീതിക്കുള്ള ബാക്ക് പെയിൻ ഉണ്ട്. ഈ സ്വിഗ്ഗിയിൽ അത് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിനായ റീസൺ. പിന്നെ ഇതിലേക്ക് ഇറങ്ങുന്നത് അത്യാവശ്യം കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. കാരണം നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടൊക്കെ ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ശനിയും ഞായറും നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഇറങ്ങിയാൽ നമുക്ക് ഇഷ്ടമുള്ള ഷിഫ്റ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നത് സൊമാറ്റോക്കാളും കുറച്ചും കൂടെ നല്ല സ്വിഗ്ഗിയാണെന്നാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.